പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഉള്ളത് ബേപ്പൂരിലെ ഹാർബറിലാണ്. കിഡിലൻ മീനുകൾ. ഏതൊരു ജോലിക്കും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട് എന്ന് പറയുന്നത് കറക്റ്റാണ്. പ്രത്യേകിച്ച് മത്സ്യബന്ധന തൊഴിലാളികളുടെ ജോലിയൊക്കെ, അതായത് നമ്മൾ കാണാത്ത ജോലികളും നമുക്ക് അനുഭവിക്കാത്ത അനുഭവങ്ങളൊക്കെ നമുക്ക് കെട്ടുകഥകളാണ് എന്ന് പറയുന്നത് കറക്റ്റാണ്. മത്സ്യബന്ധന തൊഴിലാളികളുടെ ജോലിയും അതുമായി ബന്ധപ്പെട്ട കാഴ്ചകളും കാണുന്നുണ്ടെങ്കിൽ അതിരാവിലെ നമ്മൾ ഹാർബറിൽ പോകണം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടിലെ ചാലിയം ബേപ്പൂർ ഹാർബറിലാണുള്ളത്. ഇവിടെ അതായത് ഒരു 3-4 ദിവസം മുന്നേ ഒരു മത്സ്യബന്ധനത്തിന് പോയതാണ്. തിരിച്ചു വരുന്ന വഴിയിൽ ഉള്ള ഒരുപാട് ഇവിടെ ഒരാളും തിരക്കില്ല, ഒരാളും വെറുതെ കൈ കെട്ടി നിൽക്കില്ല. ഒരു മിനിറ്റ് പോലും, ഒരു നിമിഷം പോലും ഒരാളും വെറുതെ നിൽക്കുന്നില്ല. എല്ലാവരും ബിസിയിലാണ്. കുറേ ആളുകൾ ലേലം വിളിക്കുന്നു, കുറേ ആളുകൾ മീൻ വിൽക്കുന്നു, കുറേ ആളുകൾ വാങ്ങുന്നു. ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകൾ അതിൻ്റെ ഒരു കൗതുകം കാണാൻ വേണ്ടിയിട്ട് വരുന്നു. ഞങ്ങൾ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ട് അവിടുന്ന് പോകുന്നു. അതായത് നമ്മൾ തീന്മേശയിൽ ഇരുന്നിട്ട് നമ്മൾ ഫിഷ് ഫ്രൈയും അല്ലെങ്കിൽ ഫിഷ് കറിയൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുന്ന, നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ലാഘവം, അതിന് ആ ഈസിനെസ് അല്ല അവർ ഈ ഒരു കടലിൽ പോയിട്ട് ഇത് പിടിക്കുമ്പോൾ കിട്ടുന്നത്. കാരണം അതൊരു വേറെ സാധനം തന്നെയാണ്. അവരത് എക്സ്പീരിമെൻറ്റും ഉള്ള ആളുകളാണെങ്കിൽ പോലും അതിൻ്റെയൊക്കെ റിസ്ക് ഫാക്ടർ എന്നുള്ളത് വേറെ തന്നെയാണ്. നമ്മൾ ഒരുപാട് ജോലികളും അല്ലെങ്കിൽ ഒരുപാട് ലോങ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതൊരു വേറെ സാധനമാണ്. ഇനിയിപ്പോൾ നമ്മൾ മുംബൈയിൽ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ കൊൽക്കത്ത സൈഡിലേക്ക് പോയി കഴിഞ്ഞാലും ഹാർബറുകളുടെ ജോലി ഇതേപോലെ തന്നെയാണ്, അല്ലേ? അതൊരു സംഭവമാണ്. ഇവരൊക്കെ അതായത് ഇപ്പോൾ ട്രോളിങ്ങൊക്കെ വരുന്ന സമയത്തേ നമുക്ക് മീൻ കിട്ടാതെ നമ്മൾ ബുദ്ധിമുട്ടാറില്ലേ? ഇവരുടെയൊക്കെ അതായത് ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ് എല്ലാ ആളുകളും. ഓരോ ജോലി അതിൻ്റേതായിട്ടുള്ള റിസ്ക്കാണ്, അല്ലേ? സംഭവം നൈസാണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് കാണേണ്ട, എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒറ്റ ആളുകളാണ് മത്സ്യബന്ധന തൊഴിലാളികൾ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് മീനുകളുണ്ട് കേട്ടോ. അത് നല്ല മീനുകൾ നമ്മൾ സെലക്ട് ചെയ്യുക, അത് ഗ്രില്ല് ചെയ്യാനോ കണ്ടിട്ട് ഒരു 10-15 കിലോ മീൻ വാങ്ങുക, എന്നിട്ട് നേരെ കൊണ്ടുപോയി ഇടയ്ക്കിടയ്ക്ക് ഫ്രൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ടേസ്റ്റാണ്. ഞങ്ങൾ ചേമീനാണ് വാങ്ങിയത്.